ചർച്ചകൾക്ക് അവസരം നൽകാതെ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് മര്യാദയല്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസവും പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു. ബീഹാർ വോട്ടർ പട്ടിക, പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതിഷേധം. संसद हमारी गौरवशाली लोकतंत्र की सर्वोच्च संस्था है. प्राइम मिनिस्टर एक स्टेटमेंट नहीं दे पा रहे हैं. ट्रंप ने कितनी बार बोला है? 25 बार बोला है. ट्रंप ने 25 बार बोला है कि मैंने सीज फायर करवाया. ट्रंप कौन होता है सीज फायर कराने का? उसका काम थोड़ी है. मगर प्रधानमंत्री ने एक बार जवाब नहीं दिया. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് താൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ പാർലമെന്റിൽ അറിയിച്ചതാണ്. എന്നാൽ അത് ഉൾക്കൊള്ളാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കർഷകരുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. मैं हाथ जोड़ता रहा कि चर्चा हो जाने दो और वो हंगामा करते रहे. मैं देश के किसानों और गरीबों से अपील करता हूं कि एक बार टीवी खोले और विपक्ष का ये चरित्र देखे, जो चर्चा नहीं होने दे रहा. ये डबल स्टैंडर्ड देश की जनता देखे. പാർലമെന്റ് നടത്താൻ അനുവദിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് മര്യാദയില്ലാത്തതാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും പറഞ്ഞു. सरकार हर विषय पर चर्चा करने के लिए तैयार है. आप कीजिए ना, सदन तो चलने दीजिए, पूछिए सवाल. सारी बातें हम लोग बताने को तैयार हैं. एसआईआर को लेके जिस तरीके से भ्रम, और ये विपक्ष की पुरानी राजनीति का हिस्सा रहा है. എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടും രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ്. ജനം, ഡൽഹി.